നയം വ്യക്തമാക്കുന്ന വർത്തമാനങ്ങൾ. മദ്യപിക്കുന്നവർക്ക് മികച്ച സൗകര്യമൊരുക്കണമെന്ന് മന്ത്രി ജി സുധാകരൻ. മദ്യത്തിന് ക്യൂ നിൽക്കുന്നതാണ് അപരിഷ്കൃതം. മദ്യപിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല, അമിത മദ്യപാനമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും മന്ത്രി ജി സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു. മദ്യപിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക ഒരു പരിഷ്കൃത രാജ്യത്തും ഇല്ല. ഇത് പരിഷ്കൃത സംസ്ഥാനമല്ലേ? അതിനെന്താ ചെയ്യേണ്ടത്? ഈ കെട്ടിടത്തിന് അകത്താക്കണം, നല്ല കെട്ടിടങ്ങൾ എടുക്കണം വാടകയ്ക്ക്, നല്ല കോമൺ, വെളിയിൽ ആരും അറിയേണ്ട കാര്യമില്ല. അവിടെ മേശയും കസേരയൊക്കെ ഇട്ട് നല്ല ഭക്ഷണവും കൊടുത്ത് അവിടെ കഴിച്ചിട്ട് അവർ പൊക്കോട്ടെ. അല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെയല്ലേ? നിങ്ങൾ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഉന്നത പീഠത്തിലായിരിക്കണം അല്ലേ കുടിക്കുന്നവർ, കണ്ടിട്ടില്ലേ? ബാറ് അല്ലേ, അതിന് മേളിലിരുന്ന് വാങ്ങിച്ചു കുടിക്കുക. അല്ലാതെ വഴി നടന്നവരാരും നടന്ന് കുടിക്കാറില്ല. അവരൊന്നും നിങ്ങൾ സിനിമ ആണ്. ഭയങ്കര സംസ്കാര സമ്പന്നമാണല്ലോ നമ്മൾ എല്ലാത്തിനും മുമ്പിലാണല്ലോ. എന്തതിൻ്റെ മുമ്പിലാണ്? കുടിയന്മാരെ അവർ അംഗീകരിക്കുന്നില്ല. കുടിക്ക് പക്ഷെ കുടിയൻ ട്രങ്കണ്ണസ് കുറ്റകരമാണ്. ട്രങ്കാർഡിനെ അവിടെ അറസ്റ്റ് ജയിലിലിടും. ഇവിടെ ഒരു കുപ്പിയായിട്ട് ജംഗ്ഷൻ നമ്മളെല്ലാവരും കൈകൊട്ടിക്കും. കൊള്ളാം കൊള്ളാം, എല്ലാവരും ചുറ്റും നിന്നിട്ട് ആഘോഷം പോലെയാണ്. അവിടെ അപ്പം പൂക്കെടുത്ത് കൊണ്ടുപോകും. അത് നടക്കത്തില്ല അവിടെ ഒന്നും. ഇപ്പോൾ ഫിലിപ്പോസ് പടിക്കൽ ചേരുന്നു, ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്ന സംഘടനയുടെ പ്രതിനിധി. ഫിലിപ്പോസ് പടിക്കൽ, നിങ്ങളെ സംബന്ധിച്ച് വളരെ സ്വാഗതാർഹമായ തുറന്നു പറച്ചിലാണോ മന്ത്രിയിൽ നിന്നുണ്ടായത്? തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം കേരളത്തിൽ ഇതുവരെയായിട്ടും ഇതുപോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പ്രത്യേകിച്ചൊരു മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ തന്നെ PWD മന്ത്രിയാണെങ്കിലും അദ്ദേഹം ജി സുധാകരൻ സഖാവ് ചെയ്ത ആ പ്രസ്താവന ഞങ്ങളെ അദ്ദേഹത്തെ നിങ്ങളുടെ ആത്മാഭിമാനത്തെയും നിങ്ങളുടെ വാദത്തെയും ഒരു മന്ത്രി ഉയർത്തിപ്പിടിക്കാനുണ്ട് എന്നത് ചില്ലറ കാര്യമല്ല. അല്ല, ഞങ്ങൾ 1987 സംഘടന സ്ഥാപിക്കുമ്പോൾ ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് ഒരിക്കലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നൊരു സംഘടനയല്ല. റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സിൻ്റെ ഒരു സംഘടനയായിരുന്നു ഇത്. ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന അതേ മുദ്രാവാക്യമാണ് അദ്ദേഹം പറയുന്നത്. കുറച്ചുകൂടെ ഇപ്പം ഹൈക്കോടതി പറഞ്ഞു സഹിക്കാൻ പറ്റാത്ത ക്യൂ അല്ലേ? ഹൈക്കോടതി ലോകത്തിലോടത്തും അദ്ദേഹം പറഞ്ഞ ലോകത്തിലോടത്തും ഇതുപോലുള്ള ക്യൂ ഇല്ല. ഈ നോട്ട് നിരോധനം വന്നപ്പോൾ ATMൻ്റെ മുന്നിൽ നിന്ന് 9 പേര് മരിച്ചു കേരളത്തിൽ. ഇതുവരെ ഈ ബിവറേജ് കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള ഔട്ട്ലെറ്റിൽ നിന്ന് ക്യൂ നിന്നിട്ട് ഒരുത്തരും മരിച്ചിട്ടില്ല എന്നുള്ളത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞ ഈ മന്ത്രി പറഞ്ഞ അദ്ദേഹത്തെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ ഫിലിപ്പോസ്, കേരളത്തിലെ ജനതയ്ക്ക് അച്ചടക്കവും ക്ഷമയൊക്കെ പഠിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും ആ ബിവറേജസ് കോർപ്പറേഷൻ്റെ ക്യൂവിലൊന്ന് പോയി നിൽക്കണം. തീർച്ചയായിട്ടും ലോകത്തിലൊരിടത്ത് ക്യൂ നല്ലതല്ലേ? ഇടയ്ക്ക് മനുഷ്യർ അല്ല, അങ്ങനെയല്ല. ലോകത്തിൽ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ മദ്യം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ട ഒരു ഗതികേട് ഒരു ജനതയ്ക്കും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ മാത്രമേ ഇതുള്ളൂ. നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടകത്തിലൊക്കെ നോക്കണം, ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ ഇവിടെയും ഇത് ഒഴിവാക്കാവുന്ന ഒരു കാര്യമാണ്. ഓരോ പഞ്ചായത്തിലും ഓരോ ഔട്ട്ലെറ്റ് ഉണ്ടാക്കിയാൽ മതി. വളരെ 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 അല്ല, അങ്ങനെയല്ല, നീതിയുക്തമായ ഒരു നിലപാടാണ്. ഓരോ പഞ്ചായത്തിൽ ഓരോ ഔട്ട്ലെറ്റ്, ഓരോ പഞ്ചായത്തിൽ ഓരോന്നല്ല ഒന്നോ കൂടുതൽ ഉണ്ടാക്കണം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവും ഈ പ്രശ്നങ്ങളുമാണ് നമ്മുടെ ശ്രീ ടി എൻ പ്രതാപൻ. ഇപ്പോൾ ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റിന്റെ പ്രതിനിധി ഫിലിപ്പോസ് പടിക്കലാണ് മന്ത്രി വലിയ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന നിലയ്ക്ക് അതിനെ പിന്തുണച്ച് സംസാരിച്ചത്. ശ്രീ ജി സുധാകരനാണ് യഥാർത്ഥത്തിൽ അമിത മദ്യപാനമാണ് പ്രശ്നം, മദ്യപാനമല്ല പ്രശ്നം, അമിത മദ്യപാനമാണ് പ്രശ്നം എന്ന ഒരു യാഥാർത്ഥ്യത്തെ പങ്കുവച്ചത്. കുടിയന്മാരോടുള്ള സമീപനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. അത് കാണാതെ പോകാനുമാകില്ല. ശ്രീ ടി എൻ പ്രതാപൻ, താങ്കളുടെ അഭിപ്രായം? അല്ല, ശരത്തൻ ബഹുമാനായ മന്ത്രി ശ്രീ ജി സുധാകരൻ അദ്ദേഹം സത്യത്തില് ഇന്ന് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ മദ്യപാനത്തിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണയാണ്. ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് ജനങ്ങൾക്ക് പൂർണ്ണമായും അവരുടെ നീതിബോധത്തോടു കൂടിയുള്ള ജീവിതത്തിന്. അങ്ങനെയാണോ ശ്രീ പ്രതാപൻ? നാട്ടിൽ നടക്കുന്ന ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെ മെച്ചപ്പെട്ടതാക്കാം, എങ്ങനെ അതിൽ ചില മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ പറയുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണെന്നൊക്കെ പറയുന്നതും തെറ്റായ ഒരു നിലപാടല്ലേ പ്രതാപൻ? ശരത്തെ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായ ജി സുധാകരൻ ആ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ മദ്യപാനത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ മദ്യ നിരോധനത്തിന് പകരം മദ്യവർജനം എന്നുള്ള ആശയം മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുമെന്നാണ്. പ്രകടന പത്രികയിലും അത് പറഞ്ഞു, അതിനുശേഷവും പറഞ്ഞു. അത് പറഞ്ഞ ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി, അതിനുവേണ്ടി ഇലക്ഷൻ കാലത്ത് വോട്ട് ചോദിച്ച ഒരാൾ, അങ്ങനെ മന്ത്രിയായി വന്നൊരാൾ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന ഒരു പുതിയ ഒരു വാദം കൊണ്ടുവന്ന് ആളുകൾക്ക് മദ്യപിക്കുന്നത് ഇതിനൊരു സ്റ്റാറ്റസ് സിംബൽ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം
അതൊരു മന്ത്രിയിൽ നിന്നുണ്ടായത് ഖേദകരമാണ്. Right. ഈ സുധാകരന് വ്യക്തിപരമായി വല്ല അടുപ്പമുള്ളതാണ് ഞാൻ. വളരെ തീർച്ചയായും അതറിയാം ശ്രീ പ്രതാപൻ. പക്ഷേ അത് ഈ വാദഗതിയോട് താങ്കൾ യോജിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ശ്രീ ഫിലിപ്പോസ്, നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. ശ്രീ പ്രതാപൻ പറഞ്ഞതുകൂടി നമ്മുടെ മുമ്പിലുണ്ട്. താങ്കൾക്ക് പറയാനുള്ളത്? ഇത് ഇപ്പം ഈ UDF സർക്കാർ കൊണ്ടുവന്ന ഈ നിയമം ഈ ലഭ്യത കുറച്ചാൽ മദ്യപാനം കുറയും എന്നുള്ളതായിരുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 2 വർഷങ്ങളായിട്ട് കാണുന്ന കാര്യമാണ് ലഭ്യത കുറച്ചു, ബാർ നിരോധിച്ചു, അല്ലെങ്കിൽ ഈ ഔട്ട്ലെറ്റ് കുറച്ചു, അതിൻ്റെ എണ്ണം കുറച്ചു. അതുകൊണ്ട് കുടിയാരുടെ എണ്ണം കുറയുകയോ അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ വിൽപ്പന കുറയുകയോ ചെയ്തിട്ടില്ല. അപ്പം ഇത് പരാജയമായിരുന്നു. UDFൻ്റെ സർക്കാർ കൊണ്ടുവന്ന നയം പരാജയമായിരുന്നു നമുക്ക് മനസ്സിലാക്കി. അതിനുമുമ്പ് 1996 ചാരായം നിരോധിച്ചപ്പോൾ ഇതിനാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ LDF ജയിച്ചു. ഇതുപോലെ തന്നെ ഈ പ്രാവശ്യം LDF ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ UDFൻ്റെ ബാർ നിരോധനം കണ്ടുകൊണ്ടാണ് മന്ത്രി അങ്ങനെ ഒരു അങ്ങനെയല്ല. ഈ മന്ത്രി പറഞ്ഞത് സത്യമാണ്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. പിന്നെ ഈ മദ്യത്തെക്കുറിച്ച് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, മദ്യപാനത്തെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു തെറ്റായ നടപടിയാകുമെന്ന് വിചാരിച്ചിട്ട് പ്രതാപനെ പോലെയുള്ളവർ മാത്രമേ ഇത് പറയത്തുള്ളൂ. അല്ലാതെ ആരാണ് ഇതിനകത്ത്? എല്ലാവരും കഴിക്കുന്നവരാണ്. ഈ 90% പേരും കോൺഗ്രസ് പരാമർശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പറയാം, ആത്മാർത്ഥമായിട്ട് പറയാം, KCBC ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. അവരിപ്പോൾ എന്താ പറയുന്നത്? ഏതായാലും ശ്രീ ഫിലിപ്പോസ്, താങ്കൾ പറഞ്ഞു വന്ന വാദം വളരെ ഗൗരവമാണ്. താങ്കളുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ തങ്ങൾ ഉന്നയിക്കുന്ന വാദഗതിയെ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരുടെ വികാരത്തെ, അവരുടെ അഭിമാനത്തെ പരിഗണിക്കുന്നു എന്ന നിലയിലാണ് ശ്രീ ജി സുധാകരൻ്റെ വാദഗതിയെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹം ധൈര്യമായിട്ട് പറയാൻ ഒരു തൻ്റെ ഇടം കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തു. ശ്രീ TN പ്രതാപൻ, ശ്രീ ഫിലിപ്പോസ്, വളരെയധികം ഞങ്ങളോട് സഹകരിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നമസ്കാരം.